എല്ലാവർക്കും നമസ്കാരം. പ്രകാശം പരക്കട്ടെ. പ്രകാശത്തിന് പരക്കാൻ സാധിക്കും അല്ലെ? പ്രകാശത്തിന് എല്ലാവിടേക്കും വ്യാപിക്കാനും സാധിക്കും. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് പ്രകാശം നൽകാനായി, പ്രകാശം പരത്താനായി നമ്മൾ തയ്യാറാക്കുന്ന ഈ ക്ലാസ്സുകള് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. പ്രകാശ പ്രതിഭാസങ്ങൾ ഏത് മത്സര പരീക്ഷകൾക്കും ശാസ്ത്രം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ, ഫിസിക്സ് ഉണ്ടെങ്കിൽ അല്ലെ, അതിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടാകും? പ്രകാശ പ്രതിഭാസങ്ങളിൽ നിന്നും ഉണ്ടാകും. സോ പ്രകാശ പ്രതിഭാസങ്ങൾ എന്നുള്ളത് നമ്മൾ തയ്യാറെടുക്കുന്ന പരീക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം നൽകാനായി ഞങ്ങൾ പ്രകാശ പ്രതിഭാസങ്ങളുമായി വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പ്രകാശ പ്രതിഭാസങ്ങൾ. പ്രകാശ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്ത് തന്നെയായിരിക്കും? പ്രതിഫലനം അല്ലെ? പ്രകാശത്തിന്റെ ഒരു പ്രതിഭാസമാണ് പ്രതിഫലനം. പ്രകാശത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ എന്നും, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെ അതാര്യ വസ്തുക്കൾ എന്നും പറയാറുണ്ട് എന്നൊക്കെ നമ്മൾക്ക് അറിയാം അല്ലെ? അപ്പൊ പ്രതിഫലനം എന്ന് പറയുന്ന പ്രകാശ പ്രതിഭാസത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. എല്ലാവരും നോക്കുക. പ്രതിഫലനം എന്താണ്? റിഫ്ലക്ഷൻ ആണ് അല്ലെ? പ്രതിഫലനം എന്താണ്? റിഫ്ലക്ഷൻ. എന്താണ് റിഫ്ലക്ഷന്റെ ഡെഫിനിഷൻ? മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. മിനുസമുള്ള പ്രതലത്തില് ഇപ്പൊ നമ്മൾ ഒരു കണ്ണാടി എടുത്തിട്ട് അതിലേക്ക് എന്തിനെ കടത്തിവിട്ട് കഴിഞ്ഞാൽ, പ്രകാശരശ്മികളെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാറുണ്ട്? തിരിച്ചങ്ങോട്ട് പ്രതിഫലിക്കാറുണ്ട്. നമുക്കറിയാവുന്നതാണ് അല്ലെ? നമ്മൾ പ്ലേറ്റിൽ നമ്മളുടെ മുഖം കാണാറുണ്ട്, കണ്ണാടിയിൽ നമ്മളുടെ മുഖം കാണാറുണ്ട്. അവിടെയൊക്കെ പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാം, പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. അപ്പൊ എന്താണ് പ്രകാശ പ്രതിഫലനം എന്ന് ചോദിച്ചാൽ, മിനുസമുള്ള പ്രതലത്തിൽ തട്ടിയതിന് ശേഷം പ്രകാശം എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. ഇനി ഒരു പ്രതലത്തില് പതിക്കുന്ന കിരണങ്ങളെ നമ്മൾ പതന കിരണം എന്നാണ് പറയാ. അപ്പൊ നമ്മൾക്ക് ഒരു മിറർ എടുത്തു, ഒരു കണ്ണാടി എടുത്തു. ആ കണ്ണാടിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? രശ്മികള് വന്ന് പതിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ചിത്രം കാണാം അല്ലെ? ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതൊരു മിറർ ആണ്, ഒരു കണ്ണാടിയാണ്. എന്താണിത്? മിറർ അല്ലെ? ഈ മിററില് പ്രകാശരശ്മി വന്ന് എന്ത് ചെയ്യുന്നു? പതിക്കുന്നു. അതിനെ നമ്മൾ ഈ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയെ പതന രശ്മി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? പതന രശ്മി. ഇംഗ്ലീഷിൽ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയും. എന്താണ്? ഇൻസിഡന്റ് റേ, പതന രശ്മി. ഇങ്ങനെ ഈ കണ്ണാടിയിൽ വന്ന് പതിക്കുന്ന പതനരശ്മി എന്താ സംഭവിക്കുന്നത് നോക്കൂ. തിരിച്ച് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? വേറെ വഴിയിലേക്ക് തിരിച്ചു പോകുന്നു അല്ലെ? ഇതിന് നമ്മള് എന്താ പറയുന്നത്? റിഫ്രാക്റ്റഡ് റേ. അതായത് പതനരശ്മി പ്രതിപതനം അല്ലെ? അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രതിപതനമാണ് സംഭവിക്കുന്നത്. അപ്പോ പ്രതിപതന രശ്മി അല്ലെ? പ്രതിപതന രശ്മി. നമുക്ക് ഇംഗ്ലീഷിൽ അതിനെ എന്ത് പറയാം? റിഫ്രാക്റ്റഡ് റേ എന്ന് പറയാം. എന്താണ്? റിഫ്രാക്റ്റഡ് റേ. അപ്പൊ നമുക്ക് പ്രതിഫലനം എന്ന് പറയുന്ന ആ ടോപ്പിക് പഠിക്കുമ്പോൾ പതനരശ്മിയെ കുറിച്ചും പ്രതിപതന രശ്മിയെ കുറിച്ചും അറിയണം. പതിക്കുന്ന രശ്മി, പതനരശ്മിയും തിരിച്ചു പോകുന്നത് എന്താണ്? പ്രതിപതന രശ്മിയും. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചിട്ടുണ്ട് അല്ലെ? ഇതിന് നമ്മൾ എന്താ പറയാ? കണ്ണാടിക്ക് ലംബമായിട്ട് വരയ്ക്കുന്നതിനെ നോർമൽ. എന്താണ് പറയുന്നത്? നോർമൽ അല്ലെ? ലംബം. എന്താണ്? ലംബം. അതാണ് ലംബം. അപ്പൊ നോക്കൂ, ഈ പതനരശ്മി ഈ
ലംബവുമായിട്ട് നോർമലുമായിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഐ എന്നിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഐ എന്നുള്ളത് ഇൻസിഡൻസിന്റെ ഐ ആണ്. നമ്മൾ അല്ലാണ്ട് പതനരശ്മിയിലെ ആംഗിൾ ഓഫ് പ എന്ന് പറയാറില്ല. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമ്മളിവിടെ പറഞ്ഞല്ലോ, ഒരു പ്രതലത്തില് പതിക്കുന്ന കിരണം എന്താണ്? പതന കിരണമാണ്. അതെന്താണ്? ഇൻസിഡന്റ് റേ എന്ന് പറയുന്നു. ദെൻ ആ പ്രതലത്തിൽ നിന്നും തിരിച്ചു വരുന്ന കിരണം എന്താണ്? പ്രതിപതന കിരണമാണ്. അതായത് റിഫ്ലക്റ്റഡ് റേ. അല്ലെ, എന്താണ്? റിഫ്ലക്റ്റഡ്. ഓ, ഇവിടെ റിഫ്രാക്റ്റഡ്. റിഫ്ലക്റ്റഡ് ആണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? റിഫ്ലക്ഷനെ കുറിച്ചിട്ടാണ്. അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ്? റിഫ്രാക്റ്റഡ് റേ. റിഫ്ലക്റ്റഡ് റേ. എന്താണ് റിഫ്ലക്ഷൻ? പ്രതിപതന രശ്മി. അല്ലെ, റിഫ്ലക്റ്റഡ് റേ. എന്താണ്? റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, അപ്പൊ പ്രതിഫലനം ഈ നോർമൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലംബത്തിലേക്ക് മിററിലേക്ക് വന്ന് പതിക്കുന്ന രശ്മി ഈ ലംബവുമായി ഉണ്ടാക്കുന്ന ഒരു കോണളവുണ്ട്. അതിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നു. അല്ലെ, പതന കോൺ. എന്താണ് മലയാളത്തിൽ അത് പറയുന്നത്? പതന കോൺ. ഇതെന്തായിരിക്കും അപ്പോൾ? പ്രതിപതന കോൺ. എന്താണ്? പ്രതിപതന കോൺ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ. അല്ലെ, ആർ എന്താണ് ഇംഗ്ലീഷിൽ എന്താ പറയാ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇവിടെ ഞാൻ ആദ്യം റിഫ്രാക്റ്റഡ് എന്ന് എഴുതി, തെറ്റാണ്. അതെന്താണ്? റിഫ്ലക്റ്റഡ് റേ ആണ് കേട്ടോ, ഫ്രാക്റ്റഡ് അല്ല, റിഫ്ലക്റ്റഡ് റേ. അല്ലെ, പ്രതിപതന രശ്മി. അപ്പൊ നമുക്ക് പതന രശ്മിയെ കുറിച്ച് മനസ്സിലായി, പ്രതിപതന രശ്മിയെ കുറിച്ച് മനസ്സിലായി. നോർമൽ അല്ലെങ്കിൽ ലംബവുമായിട്ട് പതന രശ്മി ഉണ്ടാക്കുന്ന കോണളവ് എന്താണ്? പതന കോണെന്നും, പ്രതിപതന രശ്മിയുമായിട്ടും നോർമൽ ലംബവുമായിട്ട് പ്രതിപതന രശ്മി ഉണ്ടാക്കുന്ന കോണളവിനെ എന്താണ് പറയുന്നത്? പ്രതിപതന കോണാണെന്നും നമുക്ക് മനസ്സിലായി. ഇപ്പൊ പ്രതിഫലനം എന്ന് പറയുന്ന പ്രകാശ പ്രതിഭാസത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇനി വേറെ ഒരു പ്രകാശത്തിന്റെ പ്രതിഭാസമാണിത്. പ്രകാശത്തിന്റെ വേറൊരു പ്രതിഭാസമാണ് അപവർത്തനം, റിഫ്രാക്ഷൻ. എന്താണ്? റിഫ്രാക്ഷൻ. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. അപവർത്തനം. അപവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം. എന്താണ് അപവർത്തനം? പ്രകാശത്തിന് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. അല്ലെ, അപ്പൊ അങ്ങനെ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ രണ്ട് മാധ്യമത്തിന്റെയും എന്തുണ്ടാകണം? സാന്ദ്രതയിലൊക്കെ വ്യത്യാസം ഉണ്ടാവണം. അല്ലെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അപവർത്തനം സംഭവിക്കുന്നത്. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക്, ശരിക്കും പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ചരിഞ്ഞു പതിക്കുമ്പോൾ എന്ന് പറയും. അല്ലെ, obliquely. When a light ray travels from one medium to another medium, ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് എങ്ങനെ പതിക്കുമ്പോഴാണ്? obliquely. Obliquely means ചരിഞ്ഞു പതിക്കുന്ന സമയത്ത് അതിന്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇത് ഒരു മീഡിയം ആയിട്ട് എടുക്കാം. മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാധ്യമം. അല്ലെ, എന്താണ്? മാധ്യമം. ഇതിന്റെ താഴെ അടുത്ത മാധ്യമമുണ്ട്. അപ്പൊ മാധ്യമം 1, മാധ്യമം 2. അല്ലെ, 1, 2. നമ്മളുടെ ഇതിലേക്ക് എപ്പോഴും അതിന് ലംബമായിട്ട് അല്ലെ നമ്മൾ എന്ത് വരയ്ക്കണം? നോർമൽ ലംബമൊക്കെ വരച്ചു. ഇനി എന്താ സംഭവിക്കുന്നത്? ഈ പതന രശ്മി അതായത് ഇൻസിഡന്റ് റേ ഇവിടെ വന്ന് ഇങ്ങനെ തട്ടാം. ഇതാണ് റേ, പതിക്കുന്ന റേ. അപ്പോ ഈ മാധ്യമത്തിൽ നിന്നും പ്രകാശം എവിടേക്ക് വരാണ്? അടുത്ത മാധ്യമത്തിലേക്ക്
രശ്മിക്ക് എന്ത് ചെയ്യാണ്? വരുന്ന സമയത്ത് എന്താ ഉണ്ടാവണത്? ഡോട്ടഡ് ലൈനുകളാക്കാം അല്ലെ. അപ്പൊ ഈ പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം. ശരിക്കും ഇത് എങ്ങനെയാ പോണ്ടത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ പോണം. പക്ഷെ അത് അങ്ങനെയാണോ പോകുന്നത്? അല്ല. ഒന്നല്ലെങ്കിൽ എന്തുണ്ടാകും? ഈ ലംബത്തിന് അടുത്തേക്ക് വരും, അതല്ലെങ്കിൽ ലംബത്തിൽ നിന്നും ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ദൂരത്തേക്ക് പോകും. അതായത് ഈ പ്രകാശരശ്മിയുടെ പാതയിൽ എന്തുണ്ടാകുന്നു എന്നുള്ളതാണ് മാറ്റം, വ്യതിയാനം ഉണ്ടാകുന്നു. അതിന് നമ്മൾ എന്താ പറയുന്നത്? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയും. അതായത് പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് പതിക്കുന്ന സമയത്ത് ആ പ്രകാശരശ്മിയുടെ പാതയിൽ എന്തുണ്ടാകുന്നു? വ്യതിയാനം. ഇതാണ് അപവർത്തനം. അപവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ PSC എന്ത് ചെയ്യാറുണ്ട്? ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് അപവർത്തനവുമായിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ അതിനു മുൻപ് നിങ്ങൾക്ക് അപവർത്തനം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലെ. എന്താണ് പറഞ്ഞത്? ഒരു പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് സാന്ദ്രത വ്യത്യാസം ഉണ്ടാവണം കേട്ടോ. രണ്ട് മാധ്യമത്തിന്റെയും സാന്ദ്രത എന്താണ്? വ്യത്യാസം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ആ പ്രകാശരശ്മിയുടെ പാതയില് ചെറിയ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്, വ്യതിയാനം ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ അല്ലെ. അതിന്റെ ഉദാഹരണങ്ങളാണ് നക്ഷത്രങ്ങള് മിന്നിത്തിളങ്ങുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നക്ഷത്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനം അല്ലെ. എന്താണ്? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം അതാണ്, മിന്നിത്തിളങ്ങുന്നതിന് കാരണം. ചിലപ്പോ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വേറൊരു ചോദ്യവും കൂടി ചോദിക്കാറുണ്ട്. നക്ഷത്രങ്ങളുടെ നിറത്തിന് കാരണം എന്താണ്? ഓരോ നക്ഷത്രത്തിനും, എല്ലാ നക്ഷത്രത്തിനും ഒരേ നിറമല്ല അല്ലെ. ചുവപ്പ് കളറിലുള്ള നക്ഷത്രങ്ങളുണ്ട്, ഓറഞ്ച്, നീല, അങ്ങനെ വ്യത്യസ്ത നിറങ്ങളുണ്ട്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നക്ഷത്രങ്ങളുടെ നിറത്തിന് വ്യത്യാസം ഉണ്ടാകുന്നത്? അവയുടെ താപനിലയിലുള്ള വ്യത്യാസമാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് നിറത്തിന് കാരണം, താപനിലയിലുള്ള വ്യത്യാസം. അപ്പൊ അങ്ങോട്ട് മാറിപ്പോവരുത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അപവർത്തനവും നക്ഷത്രങ്ങളുടെ നിറത്തിലുള്ള വ്യത്യാസത്തിന് കാരണം അവയുടെ എന്താണ്? താപനിലയിലുള്ള വ്യത്യാസവും ആണ്. മറക്കരുത്, ഓർത്ത് ചെയ്യുക. അതുപോലെ തന്നെ അപവർത്തനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള വേറൊരു ചോദ്യമാണ്, ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലെ. ജലത്തില് താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായിട്ട് തോന്നുന്നു. നമ്മുടെ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ ചില പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ഗ്ലാസിനുള്ളിൽ ഒരു പെൻസിൽ ഇങ്ങനെ എന്ത് ചെയ്ത് വെക്കുക? താഴ്ത്തി വെക്കുക. എന്നിട്ട് അതിന്റെ ഇവിടെ ഒരു ചിത്രം ഉണ്ട് അല്ലെ, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ എന്താണ് ഈ സംഭവം? നമുക്ക് ഈ ഗ്ലാസിനുള്ളിൽ ഇരിക്കുന്ന പെൻസിൽ എന്തായിട്ടാണ് അനുഭവപ്പെടുന്നത്? വളഞ്ഞതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇതിനുള്ള ഒരു കാരണം അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം? കമ്പായാലും വടിയായാലും പെൻസിലായാലും ഉത്തരം എന്ത് തന്നെയാണ്? അപവർത്തനമാണ് അല്ലെ. എന്താണ്? ജലത്തിൽ വെച്ചിരിക്കുന്ന പെൻസിൽ എന്തായിട്ട് നമുക്ക് തോന്നുന്നത്? വളഞ്ഞതായിട്ട് തോന്നാനുള്ള കാരണം എന്താണ്? അപവർത്തനം. അതും ഇതിന്റെ റീസൺ ആണ്. എന്താണ്? അപവർത്തനം, റിഫ്രാക്ഷൻ. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അതുപോലെ സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന് കാരണം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും അല്ലെ, സൂര്യപ്രകാശത്തിന് അല്ലെങ്കിൽ സൂര്യോദയത്തിന് അല്പം മുൻപും അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷവും നമ്മൾക്ക് എന്ത് തോന്നാറുണ്ട്? എന്ത് കാണാറുണ്ട്? സൂര്യപ്രകാശം കാണാൻ കഴിയാറുണ്ട്. അതിനുള്ള കാരണവും എന്ത് തന്നെയാണ്? അപവർത്തനം. അപ്പൊ 3 ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾക്ക് ഇതിൽ
മനസ്സിലായത്. എന്താണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് കാരണം, മിന്നിത്തിളങ്ങാനുള്ള കാരണം എന്താണ്? അപവർത്തനം. അടുത്തത്, ഒരു ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ്, വടി, പെൻസിൽ അത് വളഞ്ഞതായിട്ട് തോന്നാനുള്ള കാരണം എന്താണ്? അപവർത്തനമാണ്. അതുപോലെ തന്നെ സൂര്യോദയത്തിന് മുൻപും അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണുന്നതിന് കാരണവും എന്താണ്? അപവർത്തനമാണ്. പ്രകാശ പ്രതിഭാസങ്ങളിൽ രണ്ടാമത്തെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് അല്ലെ. ആദ്യം എന്ത് പഠിച്ചു? പ്രതിഫലനം പഠിച്ചു. പിന്നെ എന്താണ് പഠിച്ചിട്ടുള്ളത്? അപവർത്തനം.